അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹിയുടെ ചാരത്ത് നിന്ന് പള്ളിയിൽ വെച്ചുകൊണ്ട് നമസ്കരിച്ച വ്യക്തിയോട് മുഖത്ത് നോക്കി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നകലം തുസല്ലി, നീ നമസ്കരിച്ചിട്ടില്ല. ആവർത്തിച്ച് നമസ്കരിച്ച് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം ചോദിച്ചു, റസൂലേ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരൂ പ്രവാചകരെ. അള്ളാന്റെ റസൂല് പറഞ്ഞു, സുജൂദിലും റുകൂഇലും തമഅനീനത്ത് വേണം, അടക്കം വേണം, ശാന്തത വേണം. സഹോദരങ്ങളെ, റുകൂഇലേക്ക് പോയി, സുജൂദിലേക്ക് പോയി, അങ്ങനെ തന്നെ പൊന്തുന്ന വ്യവസ്ഥയും ചിട്ടയും അടക്കവുമില്ലാത്ത നമസ്കാരമാണോ? നമസ്കരിക്കാത്ത നിങ്ങളുടെ അയൽവാസിയും നിങ്ങളും സമമാണെന്ന് തിരിച്ചറിഞ്ഞോ? എങ്ങനെ നിസ്കരിക്കാൻ പറഞ്ഞു, അങ്ങനെ നമസ്കരിക്കണം. അതുകൊണ്ട് സഹോദര, പുസ്തകങ്ങൾ വാങ്ങി പഠിച്ചേ പറ്റൂ, സീഡികൾ കേട്ടു പഠിച്ചേ പറ്റൂ, കുടുംബങ്ങൾ ഒന്നിച്ചിരുന്നു വായിച്ചു മനസ്സിലാക്കിയേ പറ്റൂ. മലയാളത്തിൽ ലഭിക്കുന്ന കർമ്മശാസ്ത്ര പുസ്തകങ്ങൾ വെച്ച് ദീനു പഠിച്ചില്ലെങ്കിൽ നിസ്കരിച്ചിട്ടും നമസ്കരിക്കാത്തവരായി പരലോകത്തെത്തും. ആരാധനകളെങ്കിലും മരിക്കുന്നതിന് മുമ്പ് ശരിയാക്കണമെന്ന് ആഗ്രഹിച്ചോ? അള്ളാന്റെ റസൂല് നമസ്കരിച്ച നമസ്കാരവുമായി എനിക്കു മരിച്ചു കണ്ണടക്കണമെന്നാഗ്രഹിച്ചോ, എന്നാശിച്ചോ? അതിനുവേണ്ടി ശ്രമിച്ചോ? സഹോദരങ്ങളെ, അടിസ്ഥാനപരമാണിത്. അത് പോകട്ടെ, രണ്ടു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. വിശ്വാസത്തിന്റെ കാര്യം, ആരാധനയുടെ കാര്യം. സഹോദര, നല്ലവണ്ണം ശ്രദ്ധിച്ചു. സൂക്ഷ്മതയും ആർക്കുമില്ല. സഹോദര, ഉറപ്പിച്ചു പറയാൻ ആർക്ക് പറ്റും? റബ്ബ്, എന്റെ കച്ചവടത്തിൽ എന്റെ റബ്ബ് എനിക്ക് ബർക്കത്ത് തരും, എന്റെ ജോലിയിൽ എന്റെ റബ്ബ് എനിക്ക് ബർക്കത്ത് തരും. കാരണം അതിലൊരണ പൈസ പോലും അവൻ ഇഷ്ടമില്ലാതെ എന്റെ അടുക്കൽ വന്നു ചേരുന്നില്ലെന്ന് പറയാൻ ആർക്ക് പറ്റും? സഹോദര, സമാധാനത്തോടെ ഉറങ്ങേണ്ട വീടിന്റെ ഭിത്തികളിൽ എവിടെയും അല്ലാഹുവും റസൂലും യുദ്ധം പ്രഖ്യാപിച്ച, അതിലേറ്റവും ചെറുതുപോലും സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണെന്ന് പറഞ്ഞ, പലിശയുടെ കറയില്ലാത്ത, പലിശയുടെ പൊടിയില്ലാത്ത സ്വത്തുക്കളും അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമോ എന്ന് സുഹൃത്തുക്കളെ ഗൗരവത്തോടെ ഓർത്തോ, ഗൗരവത്തോടെ ചിന്തിച്ചോ. അങ്ങനെയൊക്കെ ഭയപ്പെട്ടു ജീവിക്കുന്നവരിവിടെയുണ്ട്. ഞാൻ ഇന്നും ഓർക്കുന്നു, രാത്രി 10:30 എനിക്ക് വന്നൊരു ഫോൺ. ഞാൻ പല പ്രസംഗത്തിലും പറഞ്ഞതാണ്, നിങ്ങൾ കേട്ടാൽ എനിക്ക് വിരോധമില്ല. എന്നെ കോരിത്തെരിപ്പിച്ചൊരു അനുഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചു ഫോണിൽ. 60 ആളുകളെ ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ സെലക്ട് ചെയ്തിട്ട് അതിൽ സെലക്ഷൻ കിട്ടിയ 60-ൽ ഒരുവൻ അല്ല, ആ 60-ന്ന് 3 റാങ്ക് സെലക്ട് ചെയ്തപ്പോൾ കോഴിക്കോട് ഇന്റർവ്യൂവിൽ അവനാണ് ഫസ്റ്റ് റാങ്ക്. സ്റ്റാർട്ടിംഗ് ശമ്പളം 60,000 രൂപ. അവൻ കേരളത്തിലെ എല്ലാ പണ്ഡിതന്മാർക്കും വിളിച്ചു. ആ ജോലി ഒരു പരീക്ഷ സ്ഥാപനത്തിനാണ്. ചേരാൻ പറ്റൂലേ? നല്ല പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങി 10 കൊല്ലത്തിലേറെ പഠിച്ചിട്ട് കിട്ടിയ ജോലിയാണ്. സഹോദരങ്ങളെ, ആ സുഹൃത്ത് എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പലിശയുണ്ടോ? അത് കുറച്ചായാലും അധികമായാലും തെറ്റ്. പക്ഷെ ജോലി സ്വീകരിക്കണമല്ലേ നിങ്ങളാ തീരുമാനിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിന്റെ മുഴുവൻ ബർക്കത്തുകളും ഉടയവന്റെ കൈകളിലാണ്. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ പ്രപഞ്ചത്തിന്റെ രാജാവേതോ അവന്റെ കയ്യിലാണ് അനുഗ്രഹങ്ങൾ സർവ്വതുമുള്ളത്. അവൻ എല്ലാറ്റിനും കഴിവുള്ളവനാകുന്നു. ഇൻ സ്വദ്ദഖാവ ബയ്യന, സത്യം പറഞ്ഞു വെളിവാക്കി ശരിക്കു കച്ചവടം ചെയ്താൽ ബർക്കത്തുണ്ടാകും. നുണ പറഞ്ഞു നേടിയാൽ പണമുണ്ടാകും, പക്ഷേ ബർക്കത്തുണ്ടാകില്ലെന്നാണ് റസൂലുള്ള പഠിപ്പിച്ചത്. പറഞ്ഞുകൊടുത്ത് ഞാൻ ആ ജോലിക്ക് ചേരില്ലെന്ന് അവൻ പറയുക മാത്രമല്ല, പൊട്ടിക്കരഞ്ഞു. ഫോണിൽ കേട്ട ആ കരച്ചിൽ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. സഹോദരങ്ങളെ, ഹറാമ് തിന്നണ്ട വിചാരിച്ച് കുട്ടിനെ പട്ടിണിക്കിട്ടവരുണ്ട് നാട്ടിൽ. ഇന്നും വാടകപ്പരയിൽ താമസിക്കുന്നവരുണ്ട് നാട്ടിൽ. പട്ടിണി മാറി ഭക്ഷിക്കാൻ കഴിയാത്തവരുണ്ട് നാട്ടിൽ. സഹോദരങ്ങളെ, പലിശ തൊടാതിരിക്കാൻ വാഹനങ്ങൾ ഉപയോഗിക്കാത്തവരുണ്ട് നാട്ടിൽ. പലിശ തൊടാതിരിക്കാൻ ഉള്ള വസ്ത്രങ്ങൾ അലക്കി ഉടുക്കുന്നവരുണ്ട് നാട്ടിൽ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലാത്തതും ഫഅ്ദനൂ ബിഹർബിൻ മിനല്ലാഹ്. ആ പലിശയെ ഞാൻ തൊടില്ല. ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദ എയർപോർട്ടിൽ നിന്ന് കയറുമ്പോൾ
ഇനി പലിശയുമായി എനിക്ക് ബന്ധമില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് സഹോദരങ്ങളെ ജീവിതത്തിൽ ത്യാഗം പ്രഖ്യാപിച്ചു വന്ന ഹാജിമാരുണ്ട് നാട്ടിൽ. മരിക്കുന്ന മുന്നേ തീരുമാനിച്ചു. ആർക്കാ സഹോദര അത്? ആർക്കും വേണ്ടിയാ? കേൾക്കണോ? എന്റെ സുഹൃത്ത് മരിച്ചു. 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, രക്താർബുദം, ബ്ലഡ് ക്യാൻസർ പിടിച്ച് മരിച്ചു. അവൻ വീടുണ്ടാക്കുമ്പോഴേ പൈസ തികയില്ല. അപ്പൊ ഉമ്മ അറിഞ്ഞ് ഇന്റെ ഒരു 50,000 ജയിക്കെടുത്തോ, കുട്ടിയൊക്കെ ഒരു പെരണ്ടാക്കണല്ലേ. അവനത് വാങ്ങിയപ്പോ ഉമ്മ അറിഞ്ഞു സ്ഥലം എന്റെ പേരിക്കും കൂടി ഇത് മാറ്റണം, എന്റെ പേരിൽ മാത്രമല്ലേ എടുക്കണേ, ഉമ്മയല്ലേ, മാറ്റിക്കൊടുത്തു. സഹോദരങ്ങളെ, മരിക്കുന്നതിന് 3 ദിവസം മുമ്പ് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്റെ കുട്ടികള് അനാഥരാകാൻ, ഞാൻ മരിക്കുന്ന ഉറപ്പാ, എന്റെ ഭാര്യ വിധവയാകാൻ പോവാ, എന്റെ ജീവിതത്തിലെ ഗൾഫിന്റെ വിയർപ്പാണ് ആ വീട്, നിങ്ങളത് എന്റെ പേരിക്ക് മാറ്റണം. അവൻ വാശി പിടിച്ചു. മരിക്കുന്നതിന് 3 ദിവസം മുന്നേ സമ്മതിച്ചില്ലമ്മ. സഹോദര, ആർക്കാണ് ഈ സമ്പാദിച്ചു കൂട്ടുന്നത്? ആർക്കു വേണ്ടിയാണ് ഹറാമിന്റെ വീടുണ്ടാക്കിയത്? ആർക്കു വേണ്ടിയാണ് ഹറാമിന്റെ എസ്റ്റേറ്റുകൾ ഉണ്ടാക്കിയത്? മരിക്കാൻ ഒരു തുണ്ട് ഭൂമിയില്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ കിടന്നെങ്കിലും നമുക്ക് മരിക്കാം. പക്ഷേ പലിശയുടെ ഇടപാടുമായി കബറിലേക്ക് ഇറങ്ങിയാൽ, സക്കാത്തിന്റെ വിനിമയത്തിന്റെ കടവുമായി കബറിലേക്ക് ഇറങ്ങിയാൽ എന്നെയും നിങ്ങളെയും ഏറ്റെടുക്കാൻ ആരാണുള്ളതെന്ന് ചിന്തിച്ചോ?